ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സുവീസ് ഓർഗാനോ ലൈഫ്. ഞാൻ ഇന്ന് വീണ്ടും ഒരു കൃഷിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, തുവര. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്കും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തുവര കൃഷി. തുവര എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്ലാന്റ് ഇതാണ് തുവര പ്ലാന്റ്. സാധാരണയായിട്ട് ചില വീടുകളിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു കൃഷിത്തോട്ടത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതുവഴിയാണ് എനിക്ക് ഈ തുവരയുടെ സീഡ്സ് കിട്ടിയതും ഞാനിങ്ങനെ നട്ടതും. പക്ഷേ അതിന് ഒരു പരിചരണം കൊടുക്കാതെ തന്നെ തുവര എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ കാച്ചു നിൽക്കുന്ന തുവര ഇതൊക്കെ കണ്ടോ. അപ്പോൾ തുവര ഈ ഒരു രീതിയിലാണ് ഇത് കായ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഇത്രയും പാകമാകുമ്പോൾ നമുക്കിത് തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കാണ് നമുക്ക് പരിപ്പിൻ്റെ ഉപയോഗങ്ങൾ ഉണ്ടാകുന്നത്. അതാ ഈ ഒരു പരുവമാകുമ്പോഴാണ് നമ്മൾ തോരൻ വയ്ക്കാൻ എടുക്കേണ്ടത്. നന്നായിട്ടിത് കായ്ച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു കുറച്ച് ഭാഗം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവൻ ഉണങ്ങുന്നതിന് മുമ്പേ ഈ വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ചത്. ഞാനിന്ന് ബ്യൂട്ടി ടിപ്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പ്ലാന്റ് ഇനി ഓരോ ദിവസം കഴിയുന്നവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിഷമമില്ല, കാരണം എനിക്ക് വേറൊരു പ്ലാന്റ് ഞാൻ പകരത്തിന് നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പാകമാകുമ്പോഴത്തേക്കാണ് നമുക്കിത് നമ്മുടെ പരിപ്പിൻ്റെ ആയിട്ടുള്ള ഉപയോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഈ മൂത്ത ഭാഗമല്ല എൻ്റെ മതിലിൻ്റെ വെളിയിൽ റോഡിലോട്ടാണിത് കായുണ്ടായി നിൽക്കുന്നത്. ഇതെല്ലാം നമുക്ക് നല്ല ഉണങ്ങിയ കായകളാണ്. ഈ പാകി നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങോട്ട് നോക്കുന്നു, ഇവിടെ ഇത്രയും ഇങ്ങനെ പുതിയതായിട്ട് കായകളെല്ലാം ഉണങ്ങി നിൽപ്പുണ്ട്. ഇതാണ് എൻ്റെ അടുത്ത തുവര പ്ലാന്റ്. ഇത് പക്ഷേ കായ്ക്കാൻ പോകുന്നേ ഉള്ളൂ. പൂവിടാനുള്ള ഒരു സമയമായിട്ടുള്ളൂ ഇതിന്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റിൽ നിന്ന് തുവര പറിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇതിൽ നിന്നുള്ള തുവരയും കിട്ടും. പക്ഷെ ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് തുവര. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ തുവര കൃഷി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചെടികളെ വളർത്തുന്നതും പരിചരിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷം തരുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ ചെടികളെ സംരക്ഷിക്കുക എന്നുള്ളതും അവയെ കാണുന്നതും. സത്യം പറഞ്ഞാൽ എനിക്ക് അതിലൊരു കായം ഉണ്ടായാൽ അതിനെ എടുക്കുന്നത് പോലും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയോളം ഞാൻ ഈ പ്ലാന്റ്സിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു പ്ലാന്റിനെ കട്ട് ചെയ്ത് തന്നെ ചെയ്യാറുള്ളൂ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതാണ്ട് നമുക്ക് വീടിനടുത്ത് ഇങ്ങനെ ഒരു പച്ചപ്പ് കാണുന്നത്, ഒരു മരമൊക്കെ നട്ട് ഇങ്ങനെ വളർന്ന് വലുതാകുമെന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കസ്തൂരി വെണ്ടയുടെ സീഡ്സ് ആവശ്യപ്പെട്ടവർക്ക് ഞാനിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 പേർക്ക് ഞാൻ സീഡ് അയച്ചിട്ടുണ്ട്. അത് കുറച്ച് വെയിലത്ത് ഉണക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പ്ലാന്റിൽ നിന്ന് എടുത്ത വിത്താണ്. ഡയറക്റ്റായിട്ട് എടുത്ത ഉടനെ ഞാൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് വെയിലത്ത് ഉണക്കിയിട്ട് നടന്നായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ലോങ് നിത്യവേദനയുടെ സീഡും ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിത്ത് കിട്ടിയാൽ എന്നെ അറിയിക്കണം, കിട്ടിയ വിവരം എന്നെ അറിയിക്കണം എല്ലാവരും. എന്തായാലും എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ തുവര കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരേക്കും താങ്ക് യു.